ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റിൻ്റെ അതുപോലെ തന്നെ പോത്തോസ് വെറൈറ്റീൻ്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളൊരു പലകേൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് ഒന്നായിട്ട് നല്ലൊരു ബൾക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇലകളൊക്കെ കുറച്ച് ചീഞ്ഞ് കൂട്ടം കൂടി നിന്നുകൊണ്ട് തന്നെ കുറച്ച് ഇലകളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ല വെയിലൊക്കെ വന്നപ്പോൾ നമ്മൾ ഓരോ പോട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അതിൽ കരിഞ്ഞു പോയ ഇലകളൊക്കെ ഒന്ന് മാറ്റി ചിലതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് പ്രൂൺ ചെയ്ത് പിന്നെ നമ്മൾ ഗോൾഡൻ മണി പ്ലാന്റ് വെച്ചിട്ട് ഒരു കിടിലനായിട്ടുള്ളൊരു ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു പൂവിൻ്റെ രീതിയിൽ മണി പ്ലാന്റിൻ്റെ ലീഫ് കൊണ്ട് സെറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ വെറൈറ്റി കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാം. ഹാങ്ങിങ് ആയിട്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട്, പിന്നെ പോട്ടിൽ ഇതുപോലെ ബൾക്കായിട്ട് എല്ലാ തരത്തിലും സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ് ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് കുറച്ച് പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു. കുറച്ച് ബുഷി ആവുന്ന രീതിയിൽ, ഹാങ് ആവാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മളടുത്തുള്ള കളക്ഷൻസ് നോക്കാം. ഇത് എൻജോയ് പത്തോസ് ആണ്. എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണ്. നമ്മളെ മണി പ്ലാന്റ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ബൾക്കായിട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു പൂവും വേണ്ട നമ്മുടെ ഗാർഡനെ ഡെക്കറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കോമൺ ആയിട്ടുള്ള നിയോൺ പത്തോസ് ഉണ്ട്. നമ്മൾ നിയോൺ പത്തോസ് വെക്കുന്ന വെയിലിനനുസരിച്ച് അതിൻ്റെ ഷെയ്ഡൊക്കെ മങ്ങും കേട്ടോ. നല്ല ഡയറക്റ്റ് സൺലൈറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഇതുപോലുള്ളൊരു കളറ് കയറി വരാറുണ്ട്. അപ്പം നല്ലൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വേണം ഈ ഒരു നിയോൺ പത്തോസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളടുത്തുള്ള വെറൈറ്റി എന്ന് പറയുന്നത് മാർബിൾ ക്യൂൺ പോത്തോസാണ്. ഇതാണ് അത്. ഇത് നല്ലൊരു വേരിയേഷൻസാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ കളറും കൂടി ഒരു മിക്സ് ചെയ്ത് വരുന്ന പോലെ ഒരു ഓഫ് വൈറ്റ്, യെല്ലോ, ഗ്രീൻ കളറ് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. പിന്നെ സാധാരണ നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് ഉണ്ട്. ഈ ഒരു ഗ്രീനും യെല്ലോയും കൂടി ലീഫ് മിക്സ് ചെയ്ത് വരുന്നതാണ്. അത് നമ്മളിതുപോലെ ഒരു ചട്ടി പോലത്തെ കറിച്ചട്ടി കേടായപ്പോൾ നമ്മൾ അതിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഒരുപാട് തൈകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പോട്ട് കാണാത്ത രീതിയിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ മഞ്ജുള പോത്തോസാണ്. ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. എല്ലാ വെറൈറ്റീസും നമുക്ക് കാണുമ്പോഴൊക്കെ ഒരുപോലെ തോന്നുമെങ്കിലും നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വളർത്തിയെടുക്കുമ്പോൾ മനസ്സിലാക്കും ഓരോ ലീഫിനും അതിൻ്റേതായിട്ടുള്ളൊരു വെറൈറ്റിയും പ്രത്യേകതയും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ സിൽവർ സാറ്റേൺ മണി പ്ലാന്റ് ആണ്. ഒരു ഗ്രേ അതുപോലെ തന്നെ സിൽവർ ആഷ് കളർ ടച്ച് ലീഫ് വരുന്നതാണ്. ഇതും മണി പ്ലാന്റ് തന്നെ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കളക്ഷൻസിൽ വരുന്നത്. പല രീതിയിൽ നമ്മൾ മണി പ്ലാന്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോട്ടിൽ വെച്ച് കൊടുക്കാം. പോട്ടിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യാം. ഇത് നമ്മൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായി സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മുടെ മാർബിൾ ക്യൂൺ പത്തോസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒന്നുമില്ല, ഇതിൻ്റെ ഓരോ ലീഫും നമ്മൾ അടുക്കടുക്കിയാക്കി വെച്ച് ഒരു ഫ്ലവറിൻ്റെ ആകൃതിയിലാക്കിയിട്ട് കുഴിച്ചിടുന്നു. അതുപോലെ തന്നെ ഇത് നമ്മളെ മഞ്ജുള പോത്തോസാണ്. അതും നമ്മളിതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫിലഡൻഡ്രോൺ വിഭാഗത്തിൽ പെടുന്നൊരു ചെടിയാണ്. ബ്രസീലിയൻ ഫിലഡൻഡ്രോൺ എന്ന് പറയും. ഏകദേശം മണി പ്ലാന്റ് ആയിട്ടൊരു സാമ്യമുള്ളതാണ്. അതും നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇല സെറ്റാക്കി കെട്ടിയിട്ട് വെക്കുന്ന നേരം അതൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോലെയാണ്. അപ്പോൾ അങ്ങനെ ചീഞ്ഞു പോകാറില്ല. നമ്മൾ പല വെറൈറ്റിയും കൊണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്കൊരു 1.5 വർഷം മുന്നേ നമ്മൾ ഗോൾഡൻ മണി പ്ലാന്റ് ഇതുപോലെ ചെയ്തിട്ട് ഒരുപാട് തൈകൾ അതിലുണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഗോൾഡൻ മണി പ്ലാന്റ് ഇന്ന് എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഗോൾഡൻ മണി പ്ലാന്റ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വലിയൊരു കട്ടിങ്സ് എടുത്തിട്ട് ഓരോ ലീഫും വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഉള്ളത്. ഇത് വെച്ച് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഓരോ ലീഫിൻ്റെ മുകളിൽ നമ്മൾ അടുക്കടുക്കായിട്ട് വെച്ച് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ലീഫ് അടുക്കടുക്കായിട്ട് വെച്ചിട്ട് താഴെ ഇതുപോലെ ഒരു ചെറിയൊരു ചരട് ഉപയോഗിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല രസമല്ലേ, ഒരു ബൊക്ക മോഡലൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ ലീഫ് സെറ്റ് ചെയ്യുന്നതിലാണ്. നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അങ്ങ് കുഴിച്ചിട്ട് കൊടുത്താൽ മതി, ഒരു കെട്ട് കെട്ടിയിട്ട്. അപ്പോൾ നമ്മളിത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു ലാവൻഡർ കളർ പോട്ടാണ്. ഇതിൽ നമുക്ക് ഹോളിട്ടിട്ടും ചെയ്യാം, ഹോളിടാതെയും ചെയ്യാം. നമ്മൾ മണി പ്ലാന്റിനൊക്കെ ആ ഒരു എമൗണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ചിലർ പോട്ടിൽ ഹോളിട്ടില്ലെങ്കിൽ ചീഞ്ഞു പോലെ എന്നൊക്കെ ചോദിക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ ഇതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ട് ഈ സാധനം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം.
അപ്പോൾ നമ്മളിതിൽ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതമാണ് പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ വേരുകളൊക്കെ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ലീഫൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് മണ്ണിട്ട് കൊടുക്കുക. ബാക്കി ഭാഗത്തും ഇതുപോലെ തന്നെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് കുറച്ച് ദിവസം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വയ്ക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.